മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും സർവോപരി ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും യത്നിക്കണമെന്നും അതിനായി ആഗ്രഹിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. സൂറത്ത് അശൂറയിലെ 2-3 ആയത്തുകൾ ഇന്ന് ഈ ജുമുഅ ദിവസം നമ്മൾ പഠനവിധേയമാക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ 2 അവസ്ഥാന്തരങ്ങൾ സ്വാഭാവികമായും വന്നു ഭവിക്കാറുണ്ട്. അതിലൊന്ന് സന്തോഷകരമായ ആനന്ദത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, വിജയപരമായ കാര്യങ്ങളും, 2 ദുഃഖവും സങ്കടവും നഷ്ടവും ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളും. ഈ 2 കാര്യങ്ങളെ സംബന്ധിച്ചും സൂറത്തു ശൂറയുമായി ബന്ധപ്പെട്ട് 2 വചനങ്ങൾ നാം ശ്രദ്ധിക്കുകയാണ്. വമാ അസ്വാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത്ത് ഐദീക്കും വയഅഫു അൻ കസീർ. ഈ ആയത്തിൽ അള്ളാഹു വെളിപ്പെടുത്തുന്ന ഒരു സത്യം, ഏത് വിപത്ത് നിങ്ങളെ ബാധിച്ചാലും, മുസീബത്ത് എന്നത് ചെറിയ നഷ്ടം മുതൽ വളരെ വലിയ ജീവിത നഷ്ടം വരെയും അതിനകത്ത് കണക്കാക്കപ്പെടും. ചെറിയ ക്ലേശം മുതൽ സങ്കടകരമായ നഷ്ടങ്ങൾ വരെ അതിൽ ഉൾപ്പെടാറുണ്ട്. അത് ഏത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അത് ഫബിമാ കസബത്ത് ഐദീക്കും, നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഖലാ ഖദറുമായി ബന്ധപ്പെട്ട് ഇമാം ഷൗക്കാനി അലൈഹി റഹ്മയും ഒക്കെ കുറേ ആയത്തുകൾ പരസ്പരം ബന്ധിപ്പിച്ചും ചോദ്യോത്തര രീതിയിലുമൊക്കെ ചർച്ചയ്ക്ക് വിധേയമാക്കിയ ഒരു ആയത്താണിത്. അപ്പോൾ മനുഷ്യരുടെ പ്രവർത്തനങ്ങളാണ് ഭൂതലത്തിൽ അവർ അനുഭവിക്കുന്ന മുസീബത്തുകളുടെ കാരണം എന്നാണല്ലോ ഈ ആയത്തിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ മറ്റൊരു വചനം, വമാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസിക്കും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ ലികൈലാ തഅസൗ അലാ മാ ഫാതക്കും വലാ തഫ്റഹു ബിമാ അതാക്കും. അവിടെ അള്ളാഹു പറയുന്നത് ഈ വചനത്തിൻ്റെ ഇപ്പറഞ്ഞ ആശയം അതേപടി വിവരിക്കുകയല്ല, കുറച്ചുകൂടി വിപുലപ്പെടുത്തിയാണ് ആ ആയത്തിൻ്റെ പ്രതിപാദനം. വമാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസിക്കും, നിങ്ങളിൽ, അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം, ഫിസിക്കലി ശരീരം, അള്ളാഹു നൽകിയ ഓർഗാനുകൾ, നമ്മുടെ കാഴ്ച, കേൾവി, ചിന്ത, ചലനം, ശ്വസനം, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ, മജ്ജയും മാംസവും ആമാശയങ്ങളും ദഹന പ്രക്രിയകളും, ഇതൊക്കെ നിങ്ങളിൽ എന്ന് പറഞ്ഞ വചനം ഉൾക്കൊള്ളുന്നു. അങ്ങനെയാണ് പൂർവികർ ആ ആയത്തിന് തഫ്സീറുകൾ നൽകിയത്.
സൂറത്തുൽ വാക്കിയയില് സൂറത്തു ദാരിയാത്തില് ഒഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ എന്ന് അള്ളാഹു നമ്മളെ ഉണർത്തി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നും കാണുന്നില്ലേ എന്നാണ് ആയത്തിന്റെ അർത്ഥം. അപ്പൊ മനുഷ്യരുമായി ബന്ധപ്പെട്ട് അവരുടെ ആയുസ്സും ആരോഗ്യവും കാലവും ഒക്കെ നിർണയിക്കുന്നത് അനുഭവപ്പെടുത്തുന്ന മനുഷ്യരുടെ ജീവിത സാഹചര്യം. ഒലാഫില്ലർല്, ഭൂമിയിലും. അങ്ങനെ ഉപയോഗിച്ചപ്പോൾ ഭൂമിയുടെ അന്തർഭാഗങ്ങളും മേൽഭാഗങ്ങളൊക്കെ ഈ ആ വചനം ഉൾക്കൊള്ളുന്നു. അപ്പൊ ഭൗമ അന്തരീക്ഷം വരും, വായുവും വെള്ളവും വെളിച്ചവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കാലാവസ്ഥകളും എല്ലാം ആ പദം ഉൾക്കൊള്ളുന്നു. അങ്ങനെയാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഭൂതലത്തിലും ഏത് വിപത്തുകൾ സംഭവിച്ചാലും, എന്ത് അനർത്ഥതകൾ ഉണ്ടായാലും, എന്തെല്ലാം വൈതരണികൾ ഉണ്ടായി തീർന്നാലും, എന്തൊക്കെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നാലും, അതെല്ലാം വമാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസിക്കും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ, മുൻപ് നാം എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിയമം നടപ്പാവുകയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ലൗഹും കലമൊക്കെ ആ ആയത്ത് പരാമർശിക്കുന്നു എന്ന് സാരം. അള്ളാഹു ലോകത്തെയും ഈ ആലമുൽ അർവാഹിനെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ലൗഹിൽ കലമിനോട് കൽപ്പിച്ചതാണ് മഖാദീറുൽ ഖൽഖ്, സൃഷ്ടജാലങ്ങളുടെ എല്ലാം തോതുകൾ, അതിൻ്റെ കാര്യങ്ങളെല്ലാം നിജപ്പെടുത്തുക, എഴുതുക എന്ന്. അപ്പൊ അള്ളാഹു അന്ന് നിശ്ചയിച്ച് എഴുതി വ്യവസ്ഥ ചെയ്ത തീരുമാനമെടുത്ത കാര്യങ്ങളാണ് നിങ്ങളിലും ഭൂതലത്തിലും നിങ്ങൾ അധിവസിക്കുന്ന ഭൂപ്രദേശങ്ങളിലുമൊക്കെ സംഭവിക്കുക. എന്തിനാണ് അങ്ങനെ എന്നത് നിങ്ങളെ അറിയിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇത് ഖുർആൻ ആയത്തിലെ തുടരുന്നത് ഇന്ന ദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിന് അത് വളരെ എളുപ്പമാണ്. ഈ മഹാപ്രപഞ്ചത്തിന്റെ പ്രകൃതി നിർണയിക്കുന്നതിലും അതിലെ മുഴുവൻ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ നിർണയിക്കുന്നതിലും മനുഷ്യൻ ഉൾപ്പെടെ ഈ ഭൗമ അന്തരീക്ഷത്തിലും അല്ലാത്ത ഇടങ്ങളിലും എന്തെന്ത് കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് തീരുമാനമെടുക്കുക എന്നതും അള്ളാഹുവിന് വളരെ എളുപ്പം. ഇന്ന ദാലിക അലല്ലാഹി യസീർ. എന്നിട്ട് അള്ളാഹു ഉണർത്തിയത് എന്തിന് ഇങ്ങനെയെല്ലാം ചെയ്തു എന്ന് ചോദിച്ചാൽ, ലികൈലാ തഅ്സൗ അലാ മാ ഫാത്തക്കും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരും, നിങ്ങളുടെ കൈവിട്ടു പോകും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തീരാ ദുഃഖത്തിലേറിയിട്ട് ജീവിതം മടുത്തു എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ്. എല്ലാം നഷ്ടപ്പെടാം. എന്തൊക്കെ നമ്മൾ ആർജിച്ചോ വെട്ടിപ്പിടിച്ചോ ഉണ്ടാക്കിയോ ശേഖരിച്ചോ അതെല്ലാം ഒരു സെക്കൻഡ് കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ നഷ്ടപ്പെട്ടു പോകും. ഭൂതല ജീവിതത്തിലും ഇത് തന്നെയാണ് അനുഭവങ്ങൾ. അത് ഉരുൾപൊട്ടലുകളാകാം, പേമാരിയാകാം, കൊടുങ്കാറ്റാകാം, ഭൂകമ്പമാകാം, ഇങ്ങനെയെല്ലാം സംഭവിക്കാം. അപ്പൊ ഭൂപ്രദേശങ്ങൾ പോലും ഇല്ലാതായി പോകും. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ലികൈലാ തഅ്സൗ അലാ മാ ഫാത്തക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ ദുഃഖിതരായി മാറാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ തീരാ ശാപത്തിലായി ഞാൻ ഇനി എങ്ങനെയാ ജീവിക്കുക? സൂറത്തുൽ വാക്കിയയിൽ അള്ളാഹു ഉണർത്തിയ ഒരു വചനമുണ്ട്, ഇന്നാ ലമുഗ്റമൂൻ, ഞങ്ങൾ നിലവിൽ കടം കൊണ്ട് മൂടിപ്പോയി, അത്ര കടബാധ്യതയിലായിപ്പോയി എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് ബൽ നഹ്നു മഹ്റൂമൂൻ, ഒരു ദിവസം പോലും ജീവിക്കാൻ കഴിയാത്ത വിധം ജീവിത വഴികളെല്ലാം തടയപ്പെട്ടിരിക്കുന്നു.
എല്ലാം തടസ്സം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല. ഇതാണ് സൂറത്തുൽ വാക്കിയയിൽ മനുഷ്യരുടെ പ്രസ്താവനകളെ അള്ളാഹു എടുത്തറിയിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നഷ്ടം സംഭവിച്ചാൽ നിങ്ങൾ ജീവിതത്തോട് തന്നെ മടുപ്പനുഭവപ്പെട്ട് ജീവിതം ഹോമിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് വലാ തഫ്റഹു ബിമാ ആതാക്കും, നിങ്ങൾക്ക് വന്ന് കിട്ടിയതിൽ നിങ്ങൾ അമിത ആഹ്ലാദം കാണിച്ച് അതും നഷ്ടപ്പെടുത്തരുത്. അമിതാഹ്ലാദവും മനുഷ്യ ജീവിതത്തിന് നാശവും ആപത്തുമാണ്. അമിതമായ ദുഃഖവും മനുഷ്യനെ സംബന്ധിച്ച് വലിയ പ്രയാസകരമാണ്. ഇത് രണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ അള്ളാഹു ഇങ്ങനെ വ്യവസ്ഥ ചെയ്തത് എന്നാണ് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയ ഒരായത്ത്. സൂറത്ത് ഷൂറ, അതിൽ പറയുന്ന ഒരാവശ്യമുണ്ട്. ഇനി നമ്മളോടുള്ളൊരു കൽപ്പനയാണ്. ഇസ്തജീബൂ ലി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഉത്തരം ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റബ്ബിനോടാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. മിൻ ഖബലി അൻ യഅ്തിയ യൗമുൻ, ഒരു സമയം നിങ്ങൾക്ക് വരുന്നതിന് മുൻപ്. ഒരു ദിവസം, ഒരു സന്ദർഭം, ഒരു സമയം. ലാ മറദ്ദ ലഹു, അത് നിങ്ങളിൽ വരുന്നതിന് ഒന്നും തടസ്സമാവുകയില്ല, തടയാൻ കഴിയില്ല, തടസ്സപ്പെടുത്തുന്ന ഒന്നുമില്ല. ഇതാ വക്കായത്തിൽ വാക്കിയ, സൂറത്തുൽ വാക്കിയയുടെ തുടക്കം. ആ ഒരു സംഭവം സംഭവിച്ചാൽ ലൈസ ലി വഖഅത്തിഹാ കാദിബ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതിനെ കളവാക്കുന്നില്ല ഒന്നും. അതുണ്ടാവുക തന്നെ ചെയ്യും, ഉറപ്പാണത്. അപ്പൊ ഇതിന് ഒരു തടസ്സവും ഇല്ല. നിങ്ങളിൽ ഒരു സന്ദർഭം വരും, ഒരു സമയം അല്ലെങ്കിൽ ഒരു ദിവസം. അള്ളാഹുവിൽ നിന്ന് യാതൊരുവിധ തടസ്സവും അതിനുണ്ടാവുകയില്ല. മാലക്കും മിൻ മൽജഇൻ, നിങ്ങൾക്ക് അപ്പോൾ ഒരു അഭയസ്ഥലവും ലഭിക്കുന്നതല്ല. നിങ്ങൾക്ക് വരുന്ന ഒരു സമയം, ആ സമയത്ത് പടച്ചവനിൽ നിന്ന് അവൻ തീരുമാനിച്ചെടുക്കുന്നതാണ്. അന്ന് നിങ്ങളെ സഹായിക്കാൻ ഒരു സഹായ കേന്ദ്രവും ഇല്ല. അതാണ് അന്നത്തെ അവസ്ഥ. ഒമാലക്കും മിൻ നക്കീർ, ഇതാണ് ഈ ആയത്തിൽ അള്ളാഹു വിവരിച്ചത്. ഫഇൻ അഅറദു, ഇനി അത് അവർ അവഗണിച്ചാലോ. ഫമാ അർസൽനാ അലൈഹിം ഹഫീള, ഫമാ അർസൽനാക അലൈഹിം ഹഫീള, നിന്നെ നിയോഗിച്ചത് അവരെ ആരെയും കാത്തുരക്ഷിക്കാൻ വേണ്ടിയല്ല. നീ അവരിൽ വന്നു വഹിക്കുന്ന ഒന്നിനെയും തടഞ്ഞ് രക്ഷപ്പെടുത്തുന്ന ഒരാളല്ല നബി എന്ന നിലയിൽ പ്രവാചകൻ. ഇൻ അലൈക ഇല്ലൽ ബലാ, നിനക്ക് ഇത് എത്തിച്ചു കൊടുക്കുക മാത്രമേ ഇതുള്ളൂ, അതിനുള്ള അവകാശമുള്ളൂ. വ ഇന്നാ ഇദാ അദഖ്നൽ ഇൻസാന മിന്നാ റഹ്മ, നമ്മിൽ നിന്ന് മനുഷ്യവംശത്തിന് ഒരു കരുണ ലഭിച്ചാൽ, ഒരു അനുഗ്രഹം, ഒരു വിജയം എന്തെങ്കിലും ലഭിക്കുകയാണ്. ഇപ്പൊ 2 വർഷവും 2 ദിവസവും പിന്നിട്ടപ്പോൾ ഒരു ഭൂപ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങൾ, അവരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ശിഷ്ടമായ ആളുകൾ, പ്രായഭേദമന്യേ അവർ പ്രതീക്ഷ നിർഭരതയിലാണ് ഓരോ ദിവസവും തള്ളി നീക്കിയത്. അവരനുഭവിക്കുന്ന ഒരു ആശ്വാസവും സ്വാതന്ത്ര്യവും സന്തോഷവും ആഹ്ലാദവും, അതിലാണ് ലോകം പകച്ചു നിൽക്കുന്നത്. ലോകം ശ്രദ്ധിക്കുന്നത് ആ ജനതയുടെ മുഖത്ത് പൊട്ടിവിടരുന്ന സമ്മിശ്ര വികാരങ്ങൾ. അത് കാണുന്നതാണ് മനുഷ്യകുലത്തിന് ഇന്ന് ഭയം. ഈ ഒരു സമൂഹം എങ്ങനെ ഇത് കാത്തു സൂക്ഷിച്ചു, എങ്ങനെ ഇതിങ്ങനെ ചെയ്യുന്നു എന്നാണ്. കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾ വരെ നിങ്ങൾക്ക് മീഡിയകളിലൊക്കെ കാണാം. ഇതൊരു വലിയ റഹ്മത്താണ്. അപ്പൊ 2 വർഷവും 2 ദിവസവും പിന്നിട്ടു. ഒരുപാട് ലോക വൻശക്തി രാജ്യങ്ങൾ കൂടിയിട്ട് 22 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു പ്രദേശത്തെയും ജനങ്ങളെയും നശിപ്പിക്കാൻ
അവരെന്തൊക്കെ കഴിഞ്ഞ 50 കൊല്ലം കൊണ്ടുണ്ടാക്കിയോ അതെല്ലാം ഉപയോഗിച്ചു. ഇനി ബാക്കി അവരുടെ കയ്യിൽ ഇല്ലാതായപ്പോഴാണ് ഇപ്പൊ നിർത്തുന്നത് ഇത്. എന്നിട്ടും ബാക്കി അവിടെ 8% വീടുകൾ ബാക്കി. നമ്മളൊന്ന് അത്ഭുതപ്പെട്ടു നോക്കിയത് ആലോചിച്ച് നോക്കിയേ. അവരുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഒരു വചനത്തിൽ അവര് വലിയ ആശ്രയത്തിലാണ്, വലിയ വിശ്വാസപരമായി ഈമാനികമായി പടച്ചവൻ നിശ്ചയിച്ചതിലുള്ള കരുതി ഉറപ്പിക്കൽ ഒരു ഭാഗത്താണ്. 2, അള്ളാഹു ഞങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ നിരാശപ്പെടരുത്. കാരണം നിങ്ങൾ വിശ്വാസികളാണ്. മുഅ്മിനീങ്ങൾക്ക് നിരാശ എന്ന ഒരു പദമില്ല, ആശ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ ആശ എന്നത് ഇതെല്ലാം വിട്ടിട്ടൊരു ദിവസം ഉണ്ടാവുമെന്ന് തന്നെയാണ്. ആ ദിവസം ലോകത്തിന്റെ മുൻപിൽ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. ഞങ്ങൾ ലോകത്തോട് സംസാരിക്കും. ലോകമുണ്ടാക്കിയ കുറെ നിയമങ്ങൾ, അത് ഐക്യരാഷ്ട്രസഭ, ഐക്യമില്ലാത്ത ഒരു രാഷ്ട്രസഭ, ആ സഭയിലെ മേലാളന്മാരോട് സംസാരിക്കാലോ ഞങ്ങൾ. ലോകത്തോട് സംസാരിക്കുന്ന ഈ കുഞ്ഞു മക്കളുടെ കാര്യമാണ്. ഖുർആൻ ഒരു വലിയ അപരാധമായി കണ്ടു പറഞ്ഞത് അറബ് കുലത്ത് 6-ാം നൂറ്റാണ്ടിലാണത്. അത് ഈ ഇദശംസു കുവ്വിറത്ത് എന്ന സൂറത്തിൽ ഓരോന്നും എടുത്തു പറഞ്ഞിട്ട് വൈദൽ ബിഹാർ സുജിറത്ത്, വൈദൽ നുഫൂസ് ദുവ്വിജത്ത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് വൈദൽ മൗഊദത്തു സുഇലത്ത്, കുഴിച്ചു മൂടപ്പെട്ട പെൺകുഞ്ഞുങ്ങൾ ചോദ്യം ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. അവരോടാണ് ചോദിക്കുന്നത്, എന്തിനാ നിങ്ങൾ മരിച്ചതെന്ന്. അപ്പൊ ഒന്നും ലോകത്തെ അറിയില്ല, ജനങ്ങളെ അറിയില്ല, ആവശ്യങ്ങൾ അറിയില്ല, സംഭവങ്ങൾ അറിയില്ല. എന്തിന് ഞങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ലോകത്തിന്റെ മുൻപിലാ സമർപ്പിച്ചത്. അത് പൂർണ്ണമൊന്നും അല്ല ഇന്നും. കാരണം ഇന്നലെ ഇതിന്റെ ഒരു ഒപ്പിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും 10 ആളുകളെ കൊന്നു. സമാധാനം എന്നൊക്കെ പറഞ്ഞല്ലോ, പക്ഷെ വീണ്ടും അക്രമം കാണിക്കുകയാണ്. അപ്പൊ ലോകനീതിയുടെ മുൻപിൽ വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്ന കുഞ്ഞുങ്ങളും വൃദ്ധരും സ്ത്രീകളും, ഇവരൊക്കെ എഴുന്നേറ്റ് നിന്ന് ഈ നിരാശയല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ, ആശ മാത്രമേ ഉള്ളൂ, പടച്ചവൻ കൈവടിയുകയില്ല ഞങ്ങളെ. അത് സിദ്ദീഖുൽ അക്ബറും ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ദൂതൻ, അന്ത്യപ്രവാചകൻ, അഷ്റഫുൽ ഖൽഖ്, ഖാത്തമുൻ നബിയ്യീൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി അന്ന് തീർന്നാൽ പിന്നെ ഇസ്ലാം ലോകത്തില്ല. അങ്ങനെ സൗർ മലയുടെ മുകളിലെ ഗുഹയിൽ ഇരിക്കുമ്പോൾ കൂടെ ഒരാളെ ഉള്ളൂ, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ശത്രുവിന്റെ എല്ലാ സാന്നിധ്യവും അവരുടെ ചലനവും ശബ്ദവും കേട്ടിട്ട് മനസ്സ് തപിച്ചുകൊണ്ടിരുന്ന, മെടിച്ചുകൊണ്ടിരുന്ന അബൂബക്കർ നബിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം അവിടെ വച്ചാണ്. ആ ഉത്തരമാണ് ഇന്ന് ആ ജനത മറുപടി പറയുന്നത്. നബി പറഞ്ഞ ഉത്തരം ഈ ജനത പറയുന്ന വാക്കതാണ്. അപ്പൊ അവര് ഇപ്പോൾ ഇനി നമ്മുടെ അവസ്ഥ തീർന്നു, ഇനി നമുക്ക് ജീവിതം ഇല്ല, ഈ ലോകം ഈ വീണ്ടും ഇരുട്ടിലേക്ക് നീങ്ങും, പ്രവാചകൻ പിടിക്കപ്പെടും, ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ 2 പേരും വധിക്കപ്പെടും. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇതാണ് നമ്മൾ ഈ ആയത്തിൽ നിന്ന് കാണുന്ന വലിയൊരു പാഠം, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അത് നിങ്ങൾക്ക് ഉറപ്പുണ്ടാകണം. നീ ദുഃഖിക്കണ്ട, ഭയാശങ്കയിൽ അകപ്പെടണ്ട, മനസ്സ് ഭയചകിതമാകണ്ട, നീ യാതൊരു വ്യസനവും വിചാരിക്കണ്ട. അള്ളാഹു നമ്മോടൊപ്പമാകുന്നു. അള്ളാഹു നമ്മോടൊപ്പമാണ്. പിന്നെ എന്തിന് നമ്മൾ വ്യാകുലപ്പെടണം? അതിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെടുകയാണ്. അതേ മറുപടിയാണ്, ഒരു നിരാശയുമില്ല, പടച്ചവൻ ഞങ്ങളോടൊപ്പമാണ്, വിജയം. ഈ ഖുർആനിൽ പറഞ്ഞല്ലോ, നാം എഴുതിയിരിക്കുന്നു വളരെ കൃത്യമായിട്ട്, ഞാനും എൻ്റെ റുസുലുകൾ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് റോമിനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഖുർആനിൽ ഒരു പരാമർശം. അപ്പൊ നമ്മുടെ വിഷയം അതല്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സമയം, ഇതൊരു വലിയ കാരുണ്യവും അനുഗ്രഹവുമാണ്. ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഒരു റഹ്മത്താണ്.
ഫരിഹ ബിഹ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ വലിയ ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ്. വൈൻ തുസിബുഹും സയ്യിഅത്തുൻ, ഇതേ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ദോഷം ബാധിച്ചാലോ, ബിമാ ഖദ്ദമത്ത് ഐദീഹിം, അവിടെയും എടുത്തു പറഞ്ഞത് സൂറത്ത് ഷൂറയിലെ ആദ്യ ആയത്ത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണെന്ന്. ഇനി എന്തെങ്കിലും ഒരു ദോഷം സംഭവിച്ചാൽ ബിമാ ഖദ്ദമത്ത് ഐദീഹിം, അവരുടെ പ്രവർത്തികൾ വഴി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, ഫൈനൽ ഇൻസാന കഫൂർ, തീർച്ചയായും മനുഷ്യർ നന്ദി കേട് കാണിക്കുന്നവരാണ്. ഈ രണ്ടവസ്ഥയിലും ഖുർആൻ എടുത്ത് പറയുകയാണ്. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള്, പ്രപഞ്ചം അള്ളാഹുവിൻ്റെതാകുന്നു. അള്ളാഹുവിൻ്റെതെന്നല്ല, അതിൻ്റെ ആധിപത്യം, അധിപൻ അള്ളാഹുവാണ്, അവകാശി. യഖ്ലുഖു മാ യശാഉ യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുക്കൂർ, എല്ലാം സർവവും അവൻ്റെയാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ നൽകും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ നൽകും. ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാദൻ വയജ്അലു മൻ യശാഉ അഖീമൻ ഇന്നഹു അലീമുൻ ഖദീർ, അവരെ സ്ത്രീ പുരുഷന്മാരുടെ പരസ്പരം യോജിച്ച് ജീവിക്കുന്ന വിവാഹം അതുണ്ടാവും. ചിലര് വന്ധ്യത ബാധിച്ചവരായിരിക്കും, കുട്ടികൾ ഉണ്ടാവില്ല. ഇന്നഹു അലീമുൻ ഖദീർ, അവൻ കഴിവുള്ളവനുമാണ്, എല്ലാം അറിയുന്നവനുമാണ്. ഇവിടെ രണ്ട് വാക്കുകൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇസ്ലാമിലെ ഏറ്റവും വലിയ ഒരു കാര്യം, എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടുകയോ സന്തോഷപൂർവ്വം സന്നിഹിതമാവുകയോ ചെയ്യുന്ന ഒരു സദസ്സ് നിക്കാഹാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഇല്ല. കാരണം അത് ഇന്ന് ഒരു ആർഭാടം, പൊങ്ങച്ചം, പ്രകടനപരത, അങ്ങനെ തുടങ്ങി ഒരു വലിയൊരു ആൾക്കൂട്ടം ഒരുമിച്ച് കൂടി കുറേ വർത്താനവും ചിരിയും കളിയും വിനോദങ്ങളും തമാശകളും അങ്ങനെ തുടങ്ങിയ ഒരു കേന്ദ്രത്തിനാണ് ഇന്ന് നിക്കാഹ് എന്ന് പറയുന്നത്. ഇസ്ലാമുമായിട്ട് അതിന് വലിയ ബന്ധമൊന്നുമില്ല. ഇത് ഒരു വലിയ ചിന്തയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇസ്ലാമിൽ ഒരു പടച്ചവന്റെ നിശ്ചയം ഏറ്റെടുക്കുന്നതോടൊപ്പം വരും തലമുറയുടെ ആവിർഭാവത്തിന് സാക്ഷ്യം വഹിക്കൽ കൂടിയാണ് ആ നിക്കാഹ്. അതുകൊണ്ട് തന്നെ അതൊരു ഇബാദത്തിന്റെ കൂലി നിർണയിക്കപ്പെട്ടു. അതിന് അവിടെ എന്തെല്ലാം ഹറാമുകളുണ്ടോ ഹറാമുകളൊക്കെ ഒഴിവാകണം. ഈ ഇമാം അബൂദാവൂദും തബ്രാനിയും ഒക്കെ ഉദ്ധരിച്ച ഹദീസില് ഏറ്റവും ലളിതമായി എങ്ങനെ ഒരു വിവാഹം നടത്താം, അതിൽ ബർക്കത്തുണ്ട്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നബിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞു, സഹാബികൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞു, ഇമാമുകൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞു, പൂർവികർക്കായ ആൾക്കാർക്കൊക്കെ ചിന്തിക്കാൻ കഴിഞ്ഞു. അവരത് മനസ്സിലാക്കുകയും ചെയ്തു. ഇപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട് സൂറത്തുൽ ഹുജറാത്തിന്റെ ഒരായത്തിന്റെ വിവരണത്തിൽ. ഈ ആയത്ത് ജീവിതത്തിൽ പകർത്തിയ ആള് ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. നിങ്ങളുടെ സംഭാഷണത്തിൽ, നിങ്ങളുടെ സുഹൃത്തുക്കൾ പരസ്പരമുള്ള സംഭാഷണത്തിൽ നിങ്ങൾ ഹദിയ നൽകുക, സ്വതക്ക നൽകുക എന്നൊരു കൽപ്പനയുണ്ട്. ആ കൽപ്പന ജീവിതത്തിൽ പകർത്തി ആരോട് എന്ത് വിഷയങ്ങൾ സംസാരിച്ചാലും ചർച്ചയ്ക്കിരുന്നാലും എന്ത് കാര്യങ്ങളിൽ ഇടപെട്ടാലും ഞാൻ അവർക്ക് സ്വതക്ക നൽകും. അത് ഞാനല്ലാതെ വേറെ ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നതുപോലെയാണ് ഈ വിഷയം. സഹാബികളല്ലാതെ പിൽക്കാലത്തേക്ക് വന്നപ്പോൾ നമുക്കിത് എങ്ങനെ കൊഴുപ്പിക്കാം, നമ്മളല്ല. ഇവിടെയാണ് നമ്മളൊരു വലിയ തിരിച്ചറിവിലെത്തേണ്ടത്. അതിന് ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയും. നമ്മളല്ല, നമ്മുടെ കാര്യം കൈവിട്ടുപോകും, അവരാണ് പിന്നെ ചെയ്യുന്നത്. അപ്പൊ വെസ്റ്റേൺ വേണമെങ്കിലും ഈസ്റ്റേൺ വേണമെങ്കിലും അവരാണത് ചെയ്യുന്നത്. ഇതിനകത്ത് ഉള്ളതും ഇല്ലാത്തതുമല്ല. ഇപ്പൊ നമുക്ക് 5 ദിവസവും 5 പേരിലുണ്ട്. ഇതൊക്കെ അവര് സംഘടിപ്പിക്കും, പണം മാത്രം നമ്മൾ കൊടുത്താൽ മതി. അവിടെ ഉയർത്തപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അത് ബർക്കത്ത് എന്ന് പറയും. അത് മൊയ്ലിയാരും 2 ആളോടും സാക്ഷികൾ ഇരുന്ന് സദസ്സിലിരുന്നിട്ട് മുകളിലിരുന്നിട്ട് ബാറക്കല്ലാഹു ലക എന്ന് പറയും. അതുപോലും ആ സദസ്സിൽ 10,000 പേരുണ്ടെങ്കിൽ 9,000 ആളുകളും എന്താ പറയുന്നതോടൊന്ന് കൂടി കേൾക്കുന്നില്ല. ഒരു വാക്കൊന്ന് ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒരു ദുആ ഉണ്ടോ അവിടെ? ഇല്ല.
ചടങ്ങല്ലാതെ വേറെ വല്ലതും നിങ്ങൾ നിക്കാഹ് വേളയിൽ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. വെറും ചടങ്ങ് മാത്രം അവിടെ. ഒരനുഗ്രഹം ഈ ഒരു കുടുംബത്തിനുണ്ടാകട്ടെ എന്നാണ് ഈ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ ഈ വാക്കുകൂടി ഇവിടെ ചേർത്ത് പഠിപ്പിക്കേണ്ടതുണ്ട്. നബിയുടെ മുൻപിൽ വിവാഹം അന്വേഷിച്ച് വന്ന ആളോട് നബി പറഞ്ഞു, ഇപ്പൊ എന്താ കയ്യിലുള്ളത്? ഇതുണ്ട്, മതി, അതുകൊണ്ട് നമുക്ക് നിക്കാഹ് നടത്താം. എന്തുണ്ട് എന്ന് ചോദിച്ചിട്ട് നീ 2 കൊല്ലം പണിയെടുത്തിട്ട് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് വാ, എന്നിട്ട് നമുക്ക് ആലോചിക്കാനല്ല നബി മറുപടി പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, മുസ്ലിമീങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്നത്? ഞാൻ ആ വാക്ക് അവിടെ നിർത്തുകയാണ്. അപ്പോൾ റഹ്മത്തുണ്ടാകുന്നതും വിജയമുണ്ടാകുന്നതും പരാജയം ഉണ്ടാകുന്നതിൻ്റെയൊക്കെ രണ്ടിൻ്റെയും പിന്നിലെ കാരണങ്ങൾ വിവരിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, ഒമാ കാന ലി ബശരിൻ അൻ യുകല്ലിമഹുല്ലാഹു ഇല്ലാ വഹ്യൻ. ഒരാളോടും പടച്ചവൻ സംസാരിക്കാറില്ല, തെരഞ്ഞെടുത്ത് നുബുവത്ത് നൽകി വഹ്യിന്റെ അടിസ്ഥാനത്തിലല്ലാതെ. അതാണ് ഖുർആൻ, വഹ്യാണ് ഖുർആൻ. അങ്ങനെയാണ് നബിയോട് കാര്യങ്ങൾ സംസാരിച്ചത്, നബിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. പ്രവാചകൻ ഒരു ജനതയ്ക്ക് മാതൃകയായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയതൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഏറെ സന്തോഷകരമായൊരു ദിവസമാണെന്ന്. പ്രതീക്ഷ നഷ്ടപ്പെടാതെ വീണ്ടും വിജയം പ്രതീക്ഷിച്ച് ആശ്വാസത്തോടെ, നിരാശകളില്ലാതെ, വലിയ ആശകളോടെ ഒരു ചെറിയ പ്രദേശത്തെ ജനത ഈ ജനസമൂഹത്തിന്റെ മുൻപിൽ പടച്ചവന്റെ അപാര കാരുണ്യത്തിന് നന്ദി പറയുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ വിധിക്കപ്പെട്ടവരാണ്. അതാണ് പറയാനുള്ളത്. പടച്ചവൻ നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.